നാക്കെടുത്ത് എങ്ങനത്തെ വർത്താനേ ഉള്ളൂ. നാണോന്ന് എന്നെ കുടിക്കിയത്. ഞാൻ കുടിക്കിയതൊന്നുമല്ല, എന്റെ പിന്നാലെ നടന്ന് എന്നെയാ വലയെ കുടിക്കിയത്. കുടുങ്ങിയ സ്ഥിതിക്ക് ഇനി ഏതായാലും നിന്നെ ഞാൻ വിടാൻ പോണില്ല. അയ്യോ, ആരെങ്കിലും കാണും. ഇത്ര പേടിയാണ് സുധയ്ക്ക്? എന്നാ പേടിയൊന്നും മാറ്റണല്ലോ. അയ്യോ കുഴപ്പായി. വിനോദ് പൊയ്ക്കോ. ആരാ? എന്റെ ഒരു കസിനാ. പൊയ്ക്കോ പ്ലീസ്. നീ ആരോട് സംസാരിച്ചോണ്ട്? എന്റെ ക്ലാസ്മേറ്റ് കുഞ്ഞേട്ടാ. നന്നായി നോണ പറയാനറിയാം. ആരുടെയാണ്? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? നീ എന്റെ കണ്ണിന് മുമ്പ് കണ്ടാലുണ്ടല്ലോ, ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. തൊടിയിൽ ചുറ്റിക്കറാണ്ട് വാടി വീട്ടിലേക്ക്. എടി അമ്പികേ, ഈ മുണ്ടെന്നെടുത്ത് കുത്തിത്താടി. ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്ന് കുത്തിത്താടി. ആങ്ങളമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം മറന്നു പോരുത്. ഒരു 10,000-3000 ഒപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് വാ തുറന്ന് ചോദിച്ചൂടെ? നിന്നെ പോലൊരു മണ്ടി. എടി, ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ് മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല. പിന്നെ മുറ്റത്ത് കയറാൻ പറ്റില്ല. നീ മുഴിഞ്ഞാലും പിണങ്ങിയാലും കുഴപ്പമില്ല, നിന്റെ വീടാ. അവകാശവും തന്നിട്ടില്ലല്ലോ. ആ നടക്ക് നടക്ക്. ആഹാ, ഇതാരൊക്കെയാ? നിങ്ങളുടെ കാര്യം എപ്പ അങ്ങടെ ഓർത്തേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ. അനുമോൾ അമ്മമ്മേ മറന്നാ? ഏട്ടൻ എന്തിയമ്മേ? അവൻ ചന്തയ്ക്ക് പോയി. എന്ത് വിൽക്കാനാണമ്മേ? നാളികേരാ? ഇത്തിരി നാളികേരുണ്ട്, ഇത്തിരി പച്ചക്കറിയുണ്ട്. ശ്രീകുട്ടിയെ, ഇതാരാ വന്നിരിക്കണേന്ന് നോക്കിയേ. ദിവാകരനിപ്പോ ജോലിക്ക് പോണ്ടല്ലോ ഇല്ലേ? ഒരാഴ്ച പോയാ ഒരാഴ്ച ലീവാ. ആരോഗ്യം അങ്ങോട്ട് ശരിയായിട്ടില്ല. കിട്ടുന്നത് മരുന്നിനേ ഉള്ളു എന്റെ അമ്മേ. ഇതൊക്കെ എന്തിനാണ് അമ്മയോട് പറയുന്നത്? ഇതായി മനുഷ്യന്റെ സ്വഭാവം. നമ്മുടെ വിഷമം എന്റെ ഏട്ടനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ ആരോടാ പറയാ? അതിലൊരു മാനക്കേടും ഇല്ല. ഏടത്തി സുധയും എന്തേ അമ്മേ? അപ്പുറത്തുണ്ട്. വാ മോളെ. വന്ന കാലം നിക്കണ്ട, ഇരിക്കൂ ദിവാര. ഓ, ഇരുന്നോളാം. ആഹാ, നീയായിരുന്നു? ഞാൻ വിചാരിച്ച ഏട്ടനാണെന്ന്. ബീഡി വലിച്ചൂല്ലേ? ഓ, ബീഡിയല്ല, സിഗരറ്റ്. എന്തേ? എനിക്കൊന്നുമില്ല. വലിച്ച ക്യാൻസർ വരും, അത് മറക്കണ്ട. ഓ, അതെനിക്കറിയില്ല. നിന്നോട് ആര് പറഞ്ഞു? വെറുതെ കളിയാക്കണ്ടാട്ടോ. എന്തൊക്കെ എടുക്കാനുള്ളതെന്ന് വെച്ചാ വേഗം എടുത്തിറങ്ങിക്കോ. ഈ മുറിക്ക് അവകാശികൾ എത്തിയിട്ടുണ്ട്. അമ്പയർത്തി വന്നോ? വന്നു. ഏട്ടനും കുട്ടികളും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് തൊട്ട് കുഞ്ഞമ്മാമയുടെ കൂടെ. ഈ മുറിയുടെ അവകാശം തീരെ കിട്ടണമെങ്കിൽ കല്യാണം കഴിയണം. ചോറിത്രയുള്ളൂ? തികഞ്ഞില്ലേ? അസമയത്ത് അവരടുത്ത് വന്നു കയറിയെന്ന ഒരു വിചാരമില്ല. നമുക്കില്ലെങ്കിലും സാരിയില്ല. ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരി ഇടാം. കൊണ്ടുവയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൂട്ടിയാ മതി. രാമൻകുട്ടി മേനെ പോലെ നല്ലൊരു വക്കീലാവണം. കേക്കടി, രാമൻകുട്ടി മേനോന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ, കളിക്കണ കളിയാ. കുറച്ച് ചോറിട്ട്. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു എണീറ്റു.
ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്കിവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം പനയൂർ ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരേട്ടനിരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലുരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, പീറ്ററപ്പായി. അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരോടാ കളി പറയണേ. പിള്ളേരുടെ മുഖം കഴിയിക്കേ. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മാലോ, ആ ദിവാരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാര. ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ എന്തേ കുഞ്ഞമ്മാമേ? രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല. ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോകും. ഇനി ഇരിക്കാലോ. 2 ദിവസം കൊണ്ടൊക്കെ തീർത്തോളാം. എന്നിട്ട് ഉപ്പില്ല മുളകില്ലാന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല. കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. ഏട്ടനിരിക്കൂ. ആ നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ എന്നാ കുഞ്ഞമ്മാമ വരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരി ഇടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ല ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? ഏ വല്യമ്മാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് 2 ആൾക്കും വലിയ വിഷമം. എന്താണ് കൊല്ല? എത്രയല്ല അവള്? പറയടി വല്യമ്മാമയോട്. 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണ ഇക്കൊല്ലം. ആ കൊല്ല ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ. പാട്ടൊക്കെ പാടും. വല്യമ്മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. Baba black sheep, have you any wool? Essa, 3 bags full. രണ്ടിനും എന്നെയും ദിവാരേട്ടനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളാൻ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമ്മാമ്മയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്. എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കടി. വല്യമ്മായി അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം. അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ. തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. മാലതി വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. മാലു ആരല്ലടി? അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക. കഴിക്കടി. കരിമിക്ക 1 കിലോ എല്ലില്ലാണ്ട്. ആരാ ബിരുന്നാര്? അമ്പികടത്തെയും ഭർത്താവ് വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന്? 3-4 ദിവസമായി. കരീമേ, കുറിച്ചു വെച്ചോ. ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായ് കൊണ്ട് തിന്നണ ഹമുക്കാണ്. കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം.
അതെന്നെ മഹാഭാഗ്യം. ആ എടുത്തി ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കുകയും കക്കുസക്കരിത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട, എന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവറ്റങ്ങളുടെ അച്ഛനായിട്ടില്ല പതിവ്. പുസ്തകം കണ്ടാൽ അയ്യേ ഏതാണ്ട് വൃത്തിയായിട്ട സാധനം കാണുന്ന പോലെ. മനസ്സിലായി. അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം. ഏട്ടാ, ഞങ്ങള് വന്നിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണ്ടേ? 3 ഏക്കർ ഭൂമിയും 24 പറക്കും നിലവല്ലേ ആകെയുള്ള മുതല്. അതിൽ നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. വിറ്റാൽ ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് വിട്ടുകളയോ? ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു പോയതാണ്. ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലേ ദേവാകര? നിന്റെ ഭാരം എന്താന്നാ കരുതിയ നീ? ഇത്രയും വലിയ കുടുംബം നോക്കണം. കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ്, നീ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും, ഇവൾക്കുള്ള തുണികള്, എന്തിന് തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണവരെ കൊണ്ടുപോകണല്ലോ ഇവിടുന്ന്. ഇതൊക്കെ ഈവളൻ ഉണ്ടാക്കണ ഈ കാണുന്ന മണ്ണെന്നാ. അത് ഭാഗിച്ച് തരണമെന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി. പക്ഷെ അതോടെ തീർന്നു. പിന്നെ ഒരു കാന്താരി മുളക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇവളോട് ഞാൻ പറയാറുള്ളതാ, ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് 1000 2000 വേണമെങ്കിൽ ഏട്ടൻ തരാതിരിക്കൂ. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെ ഗതി. അതൊക്കെ അങ്ങനെ നടക്കും. ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. ഞാൻ ഒരു 1000 ഉറുപ്പ്യ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് പറഞ്ഞു. ഉവ്വ്. താന വരുമ്പോ തക്കര നിൽക്കുന്ന കണ്ണശി പശുവിന്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി മുട്ടി മൽത്തിക്കട. എന്തേടി? ഏയ് ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആലോചിച്ച് ചെയ്യേണ്ട കാര്യ. കാര്യം എന്താന്ന് പറ. കുറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ടേ. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവർ സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. കത്തവിടെ? പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്. കത്തങ്ങളായി ഡാർലിംഗ്, അന്ന് ഞാനിവിടെ വന്നപ്പോൾ നിന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളുടെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം, അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട. അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാർ കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്. ബഹളം ഉണ്ടാക്കരുത്, ആലോചിച്ച് കൈകാര്യം ചെയ്യണം. കൊല്ലം ഞാനൊരറ്റം. കോളേജിൽ പോണോ പഠിക്കാൻ വേണ്ടിയല്ല, കണ്ട ആമ്പിളരോട് ചുറ്റാനാ. നീ എന്തായി പറയണേ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്ക. ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും. നീ പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ കൊല്ലും ഞാൻ. എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ. അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ? മതി അച്ഛനും മോളും വർത്താനം പറഞ്ഞത്. വന്ന് കിടക്ക്. മോള് പോയി കിടന്നു.
ഉണ്ണിമോൻ ഉറങ്ങിയോ? ഇല്ല. ഉണ്ണിമോൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോടാ. വേണ്ട. കുട്ടി വല്ലാണ്ട് പേടിച്ചു. ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു. നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ? നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. സുധയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഹേയ്, തെറ്റവൾക്ക് മനസ്സിലായി. എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ. വളർന്ന് വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ല. അവളും കുട്ടിയാന്നാ എന്റെ വിചാരം.